പതിനാലല്ലേ ആക്കുന്നത്, അത് ഇങ്ങനെ അറിയാമോ? SP ഫ്ലൈവുഡ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ള നാസ്കോളിയോടി സുൽത്താൻ ബത്തേരി വയനാട്. നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിക്കുവാൻ ചുമപ്പ് കലർന്ന കുപ്പായക്ക് ഒരു വശത്ത് മത്സരിക്കുന്നു, മറുവശത്ത് നേടിയെടുത്താൽ ലീഡും കൈമുതലാക്കി ക്വാർട്ടർ ഫൈനൽ മത്സരത്തെ ലക്ഷ്യം വെച്ച് മത്സരിക്കുന്ന എക്കോ ബോയ് ചേലക്കുളം മത്സരിക്കും. കൈയടിച്ച് സ്വീകരിക്കും. ആവേശകരമായ മത്സരത്തിൽ വീണ്ടും ആവേശകരമായ പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേരുക. കൈയടികളോടുകൂടി സ്വീകരിക്കുക. ആവേശകരമായ പോരാട്ടം. നേടിയെടുത്താൽ ലീഡ് നിലനിർത്തുവാൻ എക്കോ ബോയ്സ് ചേലക്കുളം ചുമപ്പ് മഞ്ഞ കലർന്ന ജേഴ്സിക്കാർ മത്സരിക്കും. മറുവശത്ത് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചു പിടിച്ചുകൊണ്ട് തുല്യതയാർന്ന മത്സരത്തിലേക്ക് നാസ്കോളിയോടി സുൽത്താൻ ബത്തേരി വയനാട്. SP ഫ്ലൈവുഡ്സ് ബാനറിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. ആവേശകരമായ പോരാട്ടം, നിലനിൽപ്പിന്റെ പോരാട്ടം. പരാജയപ്പെട്ടാൽ 12ാം സ്ഥാനക്കാരായി കളം വിട്ടുമടങ്ങാം. വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് വടം വലിച്ച് മികവാർന്ന സമ്മാനങ്ങളിലേക്കും വടം വലിച്ചു കയറാം. ആദ്യ റൗണ്ട് മത്സരം കൈപ്പിടിയിൽ ഒതുക്കി എക്കോ ബോയ്സ് ചേലക്കുളം. 2014-15 വടംവലി സീസണിൽ നിരവധി കണക്കുകൾ തീർക്കുവാനുള്ള രണ്ട് ടീമുകൾ. ഒന്ന് എറണാകുളത്തിന്റെ അമരക്കാർ ചലഞ്ചേഴ്സ് മറ്റക്കുഴിയുടെ താരങ്ങളുമായി എക്കോ ബോയ്സ് ചേലക്കുളമെങ്കിൽ മറുവശത്ത് ചുവപ്പുകര പഞ്ചേഴ്സിയിൽ നാസ്കോളിയാടി വയനാട്. ആദ്യമായി ഏറ്റുമുട്ടിയത് ഈ സീസണിൽ എറണാകുളം ജില്ലയുടെ ഏറ്റവും മികവാർന്ന പോരാട്ട വേദികളിലൊന്നായ കളമശ്ശേരിയുടെ തട്ടകത്തിൽ സംഘടിപ്പിച്ച 455 കിലോഗ്രാം വിഭാഗത്തിന്റെ പോരാട്ട വേദിയിൽ ഒന്ന് ഏറ്റുമുട്ടിയതാണ്. രണ്ടാമതായി ഒന്ന് ഏറ്റുമുട്ടിയത് മലപ്പുറം ജില്ലയിലെ പട്ടർനടക്കാവിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെയും പ്രീ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിൽ മുഖാമുഖം പോരടിച്ചു മടങ്ങിയതാണ് രണ്ട് ടീമുകളും. വീണ്ടും ഇങ്ങ് ചേലക്കുളത്തിന്റെ തട്ടകത്തിൽ ഒരു മികവാർന്ന പോരാട്ടത്തിന് വേദിയൊരുക്കുവാൻ ഉറച്ച് സന്ദീപും രാജീവും സംഘവും നയിക്കുന്ന നാസ്കോളിയാടിയെങ്കിൽ മറുവശത്ത് സനുവും ഏലിയാസ് മറ്റക്കുഴിയും അമരക്കാരാകുന്ന ചലഞ്ചേഴ്സ് മറ്റക്കുഴിയുടെ താരനിര എക്കോ ബോയ്സ് ചേലക്കുളം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് വടം വലിച്ചു കയറുന്നു.